ട്രംപ് ഇസ്രായേലുമായി ചേർന്നൊരു യുദ്ധം നടത്തുകയാണ്. അതിന്റെ ഗുണം ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മാത്രമാണ് ലഭിക്കുക. ഇറാനുമായുള്ള യുദ്ധം ട്രംപിന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവുമായോ നയലക്ഷ്യങ്ങളുമായോ പ്രചാരണ വാഗ്ദാനങ്ങളുമായോ പൊരുത്തപ്പെടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് വിശകലന വിദഗ്ധർ. ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി US ആരംഭിച്ച മറ്റൊരു യുദ്ധമാണിത്. 2 പതിറ്റാണ്ടുകളായി ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ USനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ അവരത് നേടിയിരിക്കുന്നു. ശരിക്കും ഇത് നെതന്യാഹുവിന്റെ യുദ്ധമായിരുന്നോ? എന്താണ് വിദഗ്ധരുടെ വിശകലനങ്ങൾ? കൂടുതൽ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്ന് സ്വയം വിളിക്കുന്ന ട്രംപ് വീണ്ടും ഒരു യുദ്ധം നടത്തുന്നതിലെ വിരോധാഭാസം ചൂണ്ടിക്കാട്ടുകയാണ് വാഷിംഗ്ടണിലെ സെന്റർ ഫോർ ഇന്റർനാഷണൽ പോളിസിയിലെ സീനിയർ ഫെലോ നെഗാർ മോർത്തസവി. കഴിഞ്ഞ മേയിൽ മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ പ്രാദേശിക നേതാക്കളുടെ മുന്നിൽ മേഖലയിലെ US വിദേശ നയത്തിന്റെ ഒരു പുതിയ പതിപ്പായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. മേഖലയിലെ ഭരണമാറ്റ യുദ്ധങ്ങൾ നടത്തിയ മുൻഗാമികളെ രൂക്ഷമായി വിമർശിച്ച ട്രംപ് നിലവിൽ ഇസ്രായേലുമായി ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പിരിമുറുക്കങ്ങൾ ദശകങ്ങളായി തുടരുന്നതാണ്. ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് നെതന്യാഹു മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് 2 ദശാബ്ദത്തിലേറെയായി. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള തെളിവില്ലെന്ന് ട്രംപ് ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. 2025 ജൂണിലെ 12 ദിവസത്തെ യുദ്ധത്തിൽ USനെ കൂട്ടുപിടിച്ച് ഇസ്രായേൽ ഇറാന്റെ ആണവ സൈറ്റുകൾക്ക് നേരെ ആക്രമണം നടത്തി. ഇതോടെ ഇറാന്റെ പദ്ധതി പൂർണ്ണമായും തകർന്നു എന്നായിരുന്നു USന്റെ അവകാശവാദം. എന്നാൽ ഇറാൻ തങ്ങളുടെ മിസൈൽ പദ്ധതികളെ പുനർനിർമ്മിച്ചതോടെ ഇസ്രായേലിന് വീണ്ടും ഭയപ്പാടായി. ഇറാൻ അമേരിക്കൻ നഗരങ്ങൾക്ക് ഭീഷണിയാണെന്ന പുതിയ വാദമുയർത്തി രംഗത്തെത്തി. ഫെബ്രുവരി 28-ന് ആരംഭിച്ച പുതിയ ആക്രമണങ്ങൾ ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ, റിവല്യൂഷണറി ഗാർഡുകൾ എന്നിവയെ ലക്ഷ്യമിട്ടതായാണ് പറയുന്നത്. ഓപ്പറേഷൻ ലേൺസ് റോഡ് എന്ന് നെതന്യാഹു വിശേഷിപ്പിക്കുന്ന ഈ ആക്രമണത്തിലെ പ്രധാന ലക്ഷ്യം ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നതായിരുന്നുവെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ചരിത്രപരമായ നേതൃത്വത്തിന് നന്ദി പറഞ്ഞും നെതന്യാഹു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. 47 വർഷമായി ഇറാന്റെ പൗരോഹിത്യ നേതൃത്വം ഇസ്രായേലിന് മരണം, അമേരിക്കക്ക് മരണം എന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടേയിരുന്നു. ഇസ്രായേലുകളുടെ രക്തം വീഴ്ത്തി അമേരിക്കക്കാരെ കൊല്ലുകയും സ്വന്തം ജനങ്ങളെ അടിച്ചമർത്തുകയും ചെയ്ത ഭരണകൂടമാണ് ഇറാനിലേതെന്നും നെതന്യാഹു ആരോപിച്ചു. പല വിശകലന വിദഗ്ധരും ഈ യുദ്ധം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ അജണ്ടയാണെന്നാണ് വാദിക്കുന്നത്. US ആരംഭിച്ചിരിക്കുന്നത് ഒരു ഇസ്രായേൽ യുദ്ധമാണെന്ന് ഇറാൻ വിദഗ്ധർ പറയുന്നു. നെതന്യാഹു എപ്പോഴും നയതന്ത്രപരമായ പരിഹാരത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന് ഇന്റർനാഷണൽ ഇറാനിയൻ അമേരിക്കൻ കൗൺസിൽ പ്രസിഡന്റ് ജമാൽ അബ്ദിയും പറഞ്ഞു. ട്രംപ് ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നത് ഒരു പന്തയം പോലെയാണെന്നാണ് അറ്റ്ലാന്റിക് കൗൺസിലിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നെതന്യാഹുവിന് ഈ യുദ്ധം രാഷ്ട്രീയമായി ഏറെ ഗുണകരമാണ്. ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷത്തിൽ ഇറാന്റെ ഭീഷണിയെ ചെറുത്തുനിന്നുവെന്ന് കാട്ടി തന്റെ പ്രതിച്ഛായ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നെതന്യാഹു. ഹിസ്ബുള്ള, ഹമാസ് അടക്കമുള്ള ഇറാന്റെ പ്രോക്സികൾ ദുർബലപ്പെട്ടതും ഇസ്രായേലിന് ഗുണകരമായി. USനെ സംബന്ധിച്ച് ഈ യുദ്ധം ഒരു ഭാരമാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് വിരുദ്ധമായി ഇത് ഇസ്രായേൽ ഫസ്റ്റ് ആണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വിമർശിക്കുന്നു. ഈ യുദ്ധം അനാവശ്യമാണെന്നും തിരിച്ചടികൾക്ക് കാരണമാകുമെന്നും അമേരിക്കൻ പ്രോഗ്രസ് സെന്ററും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ US ബേസുകളെ ആക്രമിക്കുന്നത് സൈനിക നഷ്ടങ്ങൾ ഉണ്ടാക്കാം, ഗൾഫ് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് സർവേയിൽ 21% അമേരിക്കക്കാർ മാത്രമേ ഇറാൻ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നുള്ളൂ. റിപ്പബ്ലിക്കൻ പാർട്ടിയിലും വിഭാഗീയതയുണ്ട്. ചില മാഗ അംഗങ്ങൾ യുദ്ധത്തെ എതിർത്ത് രംഗത്ത് വന്നിട്ടുമുണ്ട്.